പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ കവയിത്രി ലൂയിസ് ഗ്ലിക്കിനാണ് ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം. ഒരർത്ഥത്തിൽ തികച്ചും അവിചാരിതമായിരുന്നു ലൂയിസ് ഗ്ലിക്കിൻ്റെ പേര് സാഹിത്യ നൊബേലുമായി ബന്ധപ്പെടുത്തി കേൾക്കാനിടയായ അവസരം. ക്രമേണ ആ അമ്പരപ്പ് ആദരവിനും ആരാധനയ്ക്കും വഴിമാറുകയും ലൂയിസ് ഗ്ലിക്ക് എന്ന സമകാലീന അമേരിക്കൻ കവിയെ ലോകമെമ്പാടുമുള്ള വായനക്കാർ ശ്രദ്ധാപൂർവം വായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസരമാണ് ഇത്. ഒരുപക്ഷെ 2020 നൊബേൽ സമ്മാന ലബ്ധി വരെ അമേരിക്കയ്ക്ക് പുറത്തുള്ള കാവ്യാസ്വാദകർക്കിടയിൽ അത്രയൊന്നും അറിയപ്പെട്ടിരുന്നില്ല ലൂയിസ് ഗ്ലിക്ക്. ടോണി മോറിസിന് ശേഷം നൊബേൽ നേടുന്ന അമേരിക്കക്കാരി, ഈ പതിറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ടൊമാസ് ട്രാൻസ്ട്രോമർ എന്ന പോളിഷ് കവിക്ക് ശേഷം നൊബേൽ സമ്മാനം, സാഹിത്യ നൊബേൽ നേടുന്ന കവി എന്നിങ്ങനെയുള്ള ബഹുവിധമായ പ്രാധാന്യങ്ങളുണ്ട് ലൂയിസ് ഗ്ലിക്കിൻ്റെ സമ്മാനലബ്ധിക്ക്. ലൂയിസ് ഗ്ലിക്ക് എന്ന കവി 77 വയസ്സുണ്ട് ആ കവിക്ക്. ഏറെക്കുറെ മുതിർന്ന എഴുത്തുകാരുടെ കൂട്ടത്തിലാണ്, ഏറ്റവും മുതിർന്ന ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിലാണ് അവർക്ക് സ്ഥാനം. 12ഓളം കാവ്യസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുവരെ. അങ്ങനെ സുദീർഘമായ ഒരു കവി ജീവിതത്തിൻ്റെ അന്തിമ സാഫല്യം പോലെയാണ് സാഹിത്യ നൊബേൽ ലൂയിസ് ഗ്ലിക്കിൻ്റെ കൈകളിൽ എത്തിച്ചേരുന്നത് എന്ന് പറയാം. 60കളിൽ പുറത്തിറങ്ങിയ ഫസ്റ്റ് ബോൺ എന്ന സമാഹാരമായിരുന്നു ലൂയിസ് ഗ്ലിക്കിൻ്റെ സാഹിത്യത്തിലേക്ക്, കവിതയിലേക്ക്, അമേരിക്കൻ കവിതയിലേക്കും ലോക കവിതയിലേക്കുമുള്ള രംഗപ്രവേശം സാധ്യമാക്കിയ ആദ്യ സമാഹാരം. തുടർന്ന് ദ ട്രയംഫ് ഓഫ് അക്കിലസ്, വൈൽഡ് ഐറിസ്, അറാറത്ത്, ഇങ്ങനെ 12ഓളം കാവ്യ സമാഹാരങ്ങൾ. അമേരിക്കയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ പുലിറ്റ്സർ സമ്മാനം നേടിയിട്ടുണ്ട് ലൂയിസ് ഗ്ലിക്ക്. കൂടാതെ 2002 മുതലുള്ള 2 വർഷക്കാലം അമേരിക്കയിലെ പോയറ്റ് ലോറിയേറ്റും ആസ്ഥാന കവിയുമായിരുന്നു ഈ വനിത. അതുപോലെ അമേരിക്കയിലെ നാഷണൽ ബുക്ക് പ്രൈസ് പോലുള്ള ഉന്നതമായ ഒരു സാഹിത്യ പുരസ്കാരവും അവർ നേടിയിട്ടുണ്ട്. ലൂയിസ് ഗ്ലിക്ക് ആദ്യമായി നേടുന്ന ഒരു അന്താരാഷ്ട്ര പുരസ്കാരം അല്ലെങ്കിൽ പരമോന്നത സാഹിത്യ പുരസ്കാരം എന്നതാണ് ഈ സാഹിത്യ നൊബേലിൻ്റെ പ്രാധാന്യം. അതോടുകൂടി ഈ അമേരിക്കൻ കവയിത്രിയെ ലോകം അറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അവരുടെ കവിത്വത്തിൻ്റെ സവിശേഷതകളെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് ലൂയിസ് ഗ്ലിക്കിൻ്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു കവിത വായിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ തുടക്കം. ആ കത്തുകൾ എന്നാണ് കവിതയുടെ പേര്. ഇത് അവസാനത്തെ രാത്രി, അവസാനമായി നിൻ്റെ കൈകൾ എന്നെ മൂടുന്ന രാത്രി. നാളെ ശരൽക്കാലം തുടങ്ങും. നമ്മൾ ഒരുമിച്ച് ബാൽക്കണിയിലിരിക്കും, ഗ്രാമത്തിനു മീതെ പാഴില പാറുന്നതും നോക്കി. ഇനി 2 വീടുകളിൽ നമ്മൾ ഒന്നൊന്നായി കത്തിക്കാനിരിക്കുന്ന കത്തുകൾ പോലെ. രാത്രി എത്ര ശാന്തം, നീ നനഞ്ഞല്ലോ നിനക്ക് എന്നിങ്ങനെ നീ മന്ത്രിക്കുന്ന ശബ്ദം മാത്രം. ഇനിയും പിറക്കാത്ത പോലെ നമ്മുടെ കുഞ്ഞുറങ്ങുന്നു. രാവിലെ ശരൽക്കാലം തുടങ്ങും. നമ്മൾ ഒരുമിച്ച് പൂന്തോട്ടത്തിലെ പൊന്തകൾക്കും കല്ലിരിപ്പിടങ്ങൾക്കും ഇടയിലൂടെ നടക്കും. അവയ്ക്കുമേൽ മഞ്ഞിൻ്റെ കനത്ത ആവരണം കാണും. ഉപയോഗിക്കാറേയില്ലാത്ത വീട്ടുസാമാനങ്ങൾ പോലെ. നോക്കൂ, ഇലകൾ ഇരുട്ടിൽ പാറിപ്പോകുന്നത്. അവയിൽ എഴുതിയതെല്ലാം നമ്മൾ കത്തിച്ചു കളഞ്ഞല്ലോ. ഇത് ഒരുപക്ഷെ എന്താണ് ലൂയിസ് ഗ്ലിക്ക് എന്ന കവയിത്രി അവലംബിച്ചു വരുന്ന കാവ്യരീതി, പ്രമേയപരമായും പ്രമേയപരിചരണ രീതിയുടെ കാര്യത്തിലും ലൂയിസ് ഗ്ലിക്ക് അവലംബിച്ചു വരുന്ന കാവ്യരീതിയുടെ ഒരു മാതൃക എന്ന നിലയിലാണ് ഞാൻ ഈ കവിതയുടെ വായിച്ചത്, ആ കത്തുകൾ എന്ന കവിത. അതിന് പകരം മറ്റേതൊരു ലൂയിസ് ഗ്ലിക്ക് കവിത എടുത്താലും അവയുടെ ഉള്ളടക്കം അങ്ങേയറ്റം വ്യക്തിനിഷ്ഠമോ ആത്മനിഷ്ഠമോ ആണ്. വ്യക്തികളുടെ സ്വകാര്യ സംഘർഷങ്ങളും സങ്കടങ്ങളും ഏകാന്തതയും വേദനയുമാണ് ലൂയിസ് ഗ്ലിക്കിൻ്റെ കവിതാ ഭൂമിക എന്ന് നമുക്ക് വേണമെങ്കിൽ സംഗ്രഹിക്കാം. ഇവിടെ നമ്മളിപ്പോൾ വായിച്ച് കേട്ട ഈ കവിതയിൽ വിവാഹമോചനത്തിനൊരുങ്ങിയിരിക്കുന്ന ദമ്പതിമാരുടെ അവസാന രാത്രിയെക്കുറിച്ച്, വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ ജീവിതത്തിലെ ആ നിർണായക രാത്രിയെക്കുറിച്ച്, വിവാഹമോചന തലേന്നുള്ള രാത്രിയെക്കുറിച്ചാണ് ലൂയിസ് ഗ്ലിക്ക് അങ്ങേയറ്റം ഗാഠമായ, സൂക്ഷ്മമായ, സാന്ദ്രമായ, നിശിതമായ ഭാഷയിൽ അതിവൈകാരികതയിലേക്ക് വഴുതിപ്പോകാതെ കുറഞ്ഞ വാക്കുകളിൽ വൈകാരികതയെ ഒളിപ്പിക്കുന്ന ഒരുതരം നിർമ്മമ ഭാഷയിൽ, തണുത്ത ഭാഷയിൽ, ലോഹതുല്യമായ നിസ്സംഗതയോടുകൂടി, അപ്പോഴും ലിറിക്കൽ
ആവാനുള്ള അതിൻ്റെ പ്രവണതയെ തടയാതെയും എഴുതുന്നത് എന്ന് കാണാം. ഇത്തരത്തിൽ വ്യക്തിനിഷ്ഠമായ കവിതയാണ്, സബ്ജക്റ്റീവ് പോയട്രിയാണ് ലൂയിസ് ഗ്ലിക്കിൻ്റേത്. ഇത്തരം ഒരു കവിയെ ലോകം അംഗീകരിക്കുന്നു സാഹിത്യ നൊബേലിൻ്റെ പേരിൽ എന്നതിൽ ഔചിത്യക്കുറവ് കാണുന്ന വായനക്കാരുണ്ട്. പൊതുവേ ലോകം രാഷ്ട്രീയ കവിതയുടെ പിന്നാലെ പോകുന്ന ഒരു കാലയളവിൽ, രാഷ്ട്രീയ രചനകൾക്ക് വൻതോതിലുള്ള വമ്പിച്ച പൊതുജനസമ്മതിയും അനുവാചക പ്രീതിയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഗ്ലിക്കിൻ്റെ ഭാവഗീതാത്മകമായ ആത്മനിഷ്ഠമായ കവിതയ്ക്ക് നൊബേൽ സാഹിത്യ പുരസ്കാരം കൊടുക്കുന്നത് തികഞ്ഞ അനൗചിത്യമാണ് എന്ന് കരുതുന്ന വായനക്കാരും ഉണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് സ്വകാര്യതയുടെ, ആത്മനിഷ്ഠതയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഒന്നാമതായി, ലൂയിസ് ഗ്ലിക്ക് ഒരു അമേരിക്കൻ കവിയാണ്. അമേരിക്കൻ സംസ്കാരം എന്ന് പറയുന്നത് മത്സരാധിഷ്ഠിതമായ, വിജയിക്ക് മാത്രം പ്രസക്തിയുള്ള, വിജയി മാത്രം ആഘോഷിക്കപ്പെടുകയും പരാജിതർ പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു പൊതു സംസ്കാരത്തിൻ്റെ ആഗോള മുഖമാണ് അമേരിക്കൻ സംസ്കാരം എന്നത്. ഈ സംസ്കാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ലൂയിസ് ഗ്ലിക്കിനെ പോലൊരു കവി പരാജിതരുടെ, പിന്തള്ളപ്പെട്ടു പോകുന്നവരുടെ, ഏകാകികളുടെ, വ്രണിതമാനസരുടെ കവിതയായി തൻ്റെ എഴുത്തിനെ മാറ്റുന്നത്. ഇത്തരം എഴുത്ത്, ഇത്തരം ആത്മനിഷ്ഠതയുടെ സ്വകാര്യ നരകങ്ങളുടെ അനാവരണമായി കവിത മാറുക എന്നത് തന്നെയാണ് ലൂയിസ് ഗ്ലിക്കിൻ്റെ കവിതയുടെ സൂക്ഷ്മ രാഷ്ട്രീയം, പരോക്ഷ രാഷ്ട്രീയം അഥവാ പ്രച്ഛന്ന രാഷ്ട്രീയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്നതിന് കാരണമുണ്ട്. മറ്റൊരു കവിതയെ മുൻനിർത്തി പറയുകയാണെങ്കിൽ, കസിൻസ് എന്നു പേരായൊരു കവിതയുണ്ട് ലൂയിസ് ഗ്ലിക്കിൻ്റേത്. ഒരു സ്ത്രീ അവരുടെയും അവരുടെ സഹോദരിയുടെയും മക്കളെപ്പറ്റി സംസാരിക്കുകയാണ് ഈ കവിതയിൽ. അവരാണ് കവിതയിലെ കസിൻസ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടി കായിക മത്സരങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരു തരം അന്തർമുഖ വ്യക്തിത്വമാണ് ആൺകുട്ടിയുടേത്. അവരുടെ സഹോദരിയുടെ മകളാകട്ടെ നിരന്തരമായി കായിക മത്സരങ്ങളിൽ ഒന്നാമതെത്താൻ വേണ്ടി തനിച്ച് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന പ്രയത്നശാലിയായ ഒരു പെൺകുട്ടിയാണ്. ഈ ആൺകുട്ടി അവളോടൊപ്പം സൈക്കിൾ ചവിട്ടാൻ പോലും പോയിട്ടില്ല. അതിൽ അവൾക്ക് പരാതിയും ഇല്ല. കാരണം പരാജയം ഇഷ്ടപ്പെടാത്തവരാണ് മത്സരങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്ന ആണ് അവളുടെ പക്ഷം. അത്തരക്കാർ വെറുതെ വിടുന്നതിൽ അവൾക്കും വിരോധമില്ല. പക്ഷേ അവൾ തനിച്ച് പന്ത് കളിക്കുന്നു, തനിച്ച് പരിശീലിക്കുന്നു. ഒരു ഓട്ടപ്പന്തയത്തിൽ പങ്കെടുത്താൽ ഈ ആൺകുട്ടിക്ക് വിജയം സുനിശ്ചിതമാണ്. പക്ഷേ വിജയിയുടെ ഏകാന്തതയെ ഭയന്ന് അവൻ മത്സരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഈ പെൺകുട്ടിയാകട്ടെ, കവിത എങ്ങനെയാണ് അവസാനിക്കുന്നത്? അവളും ഒരു ഓട്ടപ്പന്തയത്തിലോ മറ്റോ പങ്കെടുത്താൽ ഒന്നാമതെത്തിയേക്കും. കാരണം അവൾ ഇപ്പോഴേ തനിച്ചാണല്ലോ. ഇതാണ് ആ കവിതയുടെ അവസാനം. ഇങ്ങനെ മത്സര വിജയികളും പരാജിതരും മത്സര വിമുഖരുമായ ആളുകൾ ഒരേ അളവിൽ ഏകാന്തതയുടെ സ്വകാര്യ പീഡ അനുഭവിക്കുന്നവരാണ്. എല്ലാവരും തനിച്ചാണ് എന്ന ഈ ദർശനം വിജയികളെ മാത്രം ആഘോഷിക്കുന്ന അമേരിക്കൻ സംസ്കാരത്തിനും ലോക മുതലാളിത്ത സംസ്കാരത്തിനും ഘടകവിരുദ്ധമായി നിൽക്കുന്ന, മുഖം തിരിഞ്ഞു നിൽക്കുന്ന, അതിനോട് ഇടഞ്ഞു നിൽക്കുന്ന സ്വകാര്യതയുടെ, ഏകാന്തതയുടെ ആവിഷ്കാരം എന്ന നിലയിൽ വലിയ രാഷ്ട്രീയ പ്രസക്തി കൈവരിക്കുന്നുണ്ട് എന്നാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എൻ്റെ വിശ്വാസം. ടെലിസ്കോപ്പ് എന്ന ലൂയിസ് ഗ്ലിക്കിൻ്റെ കവിത നോക്കുക. രാത്രിയിൽ ഒരാൾ ടെലിസ്കോപ്പിലൂടെ, ദൂരദർശിനിയിലൂടെ ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കിയിരിക്കുന്നു. ആ നോട്ടത്തിൻ്റെ വേളയിലെല്ലാം അയാൾക്ക് താൻ നക്ഷത്രങ്ങളോടൊപ്പമാണ് എന്ന് തോന്നുന്നു. അല്പസമയത്തിന് ശേഷം സ്വാഭാവികമായും അയാൾ ദൂരദർശിനി മാറ്റിവെക്കുന്നു. അതോടെ ആ തണുത്ത രാത്രിയിൽ ഒരു കുന്നിൻ പുറത്ത് അയാൾ തനിച്ചാകുന്നു. അയാൾക്ക് അതുവരെ തോന്നാത്ത, ബോധ്യമാകാതിരുന്ന കാര്യം ബോധ്യം വരുന്നു. എല്ലാവരും തനിച്ചാണ്. താനും നക്ഷത്രവും തമ്മിൽ, ഒരു നക്ഷത്രവും മറ്റൊന്നും തമ്മിൽ വലിയ അകലമുണ്ട്. അകലങ്ങളിൽ തനിച്ച് താമസിക്കുന്നവരാണ് മനുഷ്യർ എന്ന ഈ ദൂരദർശിനിയുടെ മിഥ്യാപ്രതീതി മാറ്റിവെക്കുന്നതോടുകൂടി ബോധ്യം വരുന്ന ഒരു വാനനിരീക്ഷകൻ്റെ നോട്ടപ്പാടിലൂടെയും ലൂയിസ് ഗ്ലിക്ക് എഴുതുന്നത് വാസ്തവത്തിൽ ഏകാന്തത എന്ന മനുഷ്യാവസ്ഥയുടെ അനിവാര്യാംശത്തെപ്പറ്റി തന്നെയാണ്. മനുഷ്യൻ ഏകാകിയാണ്, ദുഃഖിതനാണ്, വ്രണിതമാനസനാണ് എന്ന ഈ ബോധ്യമാണ് ലൂയിസ് ഗ്ലിക്ക് ഒരുപക്ഷെ തൻ്റെ കവിതകളിലൂടെ വർഷങ്ങളായി ഓരോ സമാഹാരത്തിലൂടെയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ലൂയിസ് ഗ്ലിക്കിൻ്റെ
വളരെ പ്രസിദ്ധമായി തീർന്ന ഒരു കവിതയാണ് ദ ട്രയംഫ് ഓഫ് അക്കിലസ്, അക്കിലസിൻ്റെ വിജയം. അക്കിലസിന് നമുക്കറിയാം യവന ഇതിഹാസമായ ഇലിയഡിലെ വീരനായകനാണ്, ശക്തനാണ്, ഒരുപക്ഷെ ദൈവസമാനനായ കഥാപാത്രമാണ് അക്കിലസ്. ഈ അക്കിലസിന് പെട്രോക്ലസ് എന്ന ഒരു സന്തത സഹചാരിയും സുഹൃത്തും ഉണ്ടായിരുന്നു. പെട്രോക്ലസ് ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുത്തത് അക്കിലസിൻ്റെ പടച്ചട്ട ധരിച്ചുകൊണ്ടാണ്. പെട്രോക്ലസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഈ മരണം, സുഹൃത്തിൻ്റെ മരണം, ആത്മസുഹൃത്തിൻ്റെ മരണം എങ്ങനെ അക്കിലസിനെ നിരാധാരനാക്കി, നിസ്സഹായനാക്കി, നിരാലംബനാക്കി, എങ്ങനെ ആ ദുരന്തം, ആ മരണം, ആ വിയോഗം, ആ വേദന അക്കിലസിലെ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്നാണ് ട്രയംഫ് ഓഫ് അക്കിലസ് എന്ന കവിതയിൽ പറയുന്നത് ലൂയിസ് ഗ്ലിക്ക്. ഇത്തരത്തിൽ പരാജയത്തിൻ്റെ, വേദനയുടെ, മുറിവുകളുടെ കവിതകളാണ് പലപ്പോഴും ഗ്രീക്ക് മിഥോളജിയുടെ സഹായത്താൽ, ഗ്രീക്ക് മിഥോളജിയിലെ കഥാപാത്രങ്ങളുടെയും കഥാസന്ദർഭങ്ങളുടെയും സഹായത്താൽ ലൂയിസ് ഗ്ലിക്ക് എഴുതി വരുന്നത്. സ്വകാര്യതയാണ്, ദാമ്പത്യത്തിലെ സംഘർഷങ്ങൾ, ദാമ്പത്യത്തിൽ പരസ്പരം പരിക്കേൽക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഏകാന്തത, അവരുടെ സ്വകാര്യ നരകങ്ങൾ, ഇങ്ങനെയുള്ള സ്വകാര്യതയുടെ അനാവരണം എന്നത് തൻ്റെ കാവ്യപ്രമേയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി സ്വീകരിച്ചു വരുന്നു ലൂയിസ് ഗ്ലിക്ക് എന്ന കവയത്രി. അപ്പോഴും ലിറിക്കലായ ഒരു സ്വരസവിശേഷത തൻ്റെ കവിതകൾക്ക് നൽകാനും അങ്ങേയറ്റം ലുബ്ധമായി, കണിശമായി എഴുതാനും ഈ കവി ശ്രദ്ധിക്കുന്നു. ഈ കാര്യത്തിൽ മുമ്പ് നൊബേൽ സമ്മാനം, ഈ പതിറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള തോമസ് ട്രാൻസ്ട്രോമർ എന്ന പോളിഷ് കവിയുമായി പലരും ഈ ദാർശനികമായ ജീവിത സമീപനത്തിൻ്റെ പേരിൽ, സ്വകാര്യതയെ കാവ്യവിഷയമാക്കുക എന്ന കാവ്യ സമീപനത്തിൻ്റെ പേരിൽ തുലനം ചെയ്ത് കാണാറുണ്ട്. അമേരിക്കയിൽ പ്രധാനമായി ലൂയിസ് ഗ്ലിക്കിന് മുമ്പ് 2 പ്രധാന കവയത്രികളാണ് ഉണ്ടായിട്ടുള്ളത്, എമിലി ഡിക്കിൻസണും സിൽവിയ പ്ലാത്തും. ഈ 2 പേരോടും മാറി മാറി നിരൂപകരും വായനക്കാരും ലൂയിസ് ഗ്ലിക്കിനെ താരതമ്യം ചെയ്യാറുണ്ട്. എമിലി ഡിക്കിൻസൻ്റെ സ്വകാര്യത, വളരെ ഏകാന്തയായി ബാഹ്യലോകവുമായി, സമൂഹവുമായി, മറ്റു മനുഷ്യരുമായി കാര്യമായ ബന്ധങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുകയും തൻ്റെ സ്വകാര്യതയെ അനശ്വരമായ കവിതകളാക്കി മാറ്റുകയും ചെയ്ത എമിലി ഡിക്കിൻസണുമായി പിൽക്കാലത്ത് വന്ന വേദനയെ, ഏകാന്തതയെ, ആത്മഹത്യാവാസനയെ, മരണരതിയെ ആഘോഷമാക്കിയ സിൽവിയ പ്ലാത്തിനെ പോലൊരു കവിയുമായും, ഈ 2 കവികളുമായും 2 കവയത്രികളുമായും ലൂയിസ് ഗ്ലിക്ക് മാറി മാറി താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ലൂയിസ് ഗ്ലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കവി വില്യം ബ്ലേക്കാണ് എന്നും പറയപ്പെടുന്നു. ഇത്തരത്തിൽ ദാർശനിക കവിതയുടെ, വ്യക്തിയുടെ സ്വകാര്യത, ആത്മനിഷ്ഠത പ്രമേയമാകുന്ന കവിതയുടെ വീണ്ടെടുപ്പ് കൂടിയാണ്, അതിൻ്റെ രാഷ്ട്രീയം കൂടിയാണ്, അതിൻ്റെ സൂക്ഷ്മവും പരോക്ഷവും ലീനവുമായ രാഷ്ട്രീയം കൂടിയാണ് വീണ്ടെടുക്കപ്പെടുന്നത് ലൂയിസ് ഗ്ലിക്കിൻ്റെ നൊബേൽ സമ്മാന ലബ്ധിയിലൂടെ. നമ്മൾ ഇവിടെ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ അക്കിലസിൻ്റെ വിജയം എന്ന കവിതയെ പരാമർശിച്ചു. ലൂയിസ് ഗ്ലിക്കിൻ്റെ കവിതയുടെ അതെങ്ങനെ മിത്തിനെ ഒരു ആത്മനിഷ്ഠ ആഖ്യാനമാക്കി മാറ്റുന്നു എന്നതിൻ്റെ മികച്ച മാതൃകകളിലൊന്നാണ് അക്കിലസിൻ്റെ വിജയം എന്ന കവിത. അക്കിലസിലെ മനുഷ്യനെ എങ്ങനെ തൻ്റെ ആത്മസുഹൃത്തിൻ്റെ വിയോഗം വെളിപ്പെടുത്തുന്നു എന്നാണ് ഈ കവിതയിലൂടെ ലൂയിസ് ഗ്ലിക്ക് പറയുക. ഇങ്ങനെ മിത്തിക്കൽ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും ഉപജീവിക്കുമ്പോഴും മനുഷ്യനെയാണ്, മനുഷ്യൻ്റെ സ്വകാര്യതയാണ്, മനുഷ്യൻ്റെ സ്വകാര്യ വ്രണങ്ങളെയാണ് സ്പർശിക്കുന്നത് ലൂയിസ് ഗ്ലിക്ക് തൻ്റെ കവിതയിലൂടെ. കുട്ടിക്കാലത്ത് അനോറക്സിയ എന്ന മെലിച്ചിൽ രോഗം ബാധിച്ചിരുന്നു ലൂയിസ് ഗ്ലിക്കിനെ എന്ന് പറയപ്പെടുന്നു. ഭക്ഷണ ദൗർലഭ്യമല്ല, ഭക്ഷണത്തോടുള്ള വൈമുഖ്യം കാരണം ഒരാൾ അസാമാന്യമായി മെലിയുന്നതിനെയാണ് അനോറക്സിയ എന്ന് പറയുക. ഈ മെലിച്ചിൽ ഒരു പക്ഷേ അവരുടെ കവിതയെയും കാര്യമായി സ്വാധീനിച്ച് കാണും എന്ന വിലയിരുത്തൽ തെറ്റാവാനിടയില്ല. കവിതയിൽ അങ്ങേയറ്റം ലുബ്ധമായി, മിതമായി വാക്കുകൾ ഉപയോഗിക്കുക, ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ഒരു തീവ്ര വൈകാരിക സന്ദർഭത്തെ ആവിഷ്കരിക്കുക എന്നതാണ് ഗ്ലിക്കിൻ്റെ കവിതകളിൽ സാർവത്രികമായി കണ്ടുവരുന്ന ഒരു രീതി. നമുക്ക് വേണമെങ്കിൽ അമേരിക്കൻ കവിതകളിൽ നിന്ന് പുറത്തു കിടന്നാൽ റഷ്യൻ കവയത്രിമാരായ അന്ന അഖ്മത്തോവയുമായും മരീന സെറ്റൈവയും ആയും വേണമെങ്കിൽ നമുക്ക് ഈ കവയത്രിയെ താരതമ്യം ചെയ്യാം. കാരണം സ്ത്രീകൾ എഴുതുമ്പോൾ എക്കാലത്തും എല്ലാ ഭാഷകളിലും സംഭവിക്കുന്നത് അവരുടെ സ്വകാര്യ നരകങ്ങളുടെ ആവിഷ്കാരമാണ്, തുറന്നു കാട്ടലാണ്. ഇത്തരത്തിലാണ് നമ്മൾ എമിലി ഡിക്കിൻസണുമായും സിൽവിയ പ്ലാത്തുമായും മരീന സെറ്റൈവയുമായും അന്ന അഖ്മത്തോവയുമായും ഈ കവയത്രിയെ തുലനം ചെയ്യുന്നത്. ആവിഷ്കാര മിതത്വത്താൽ
ഭാവഗീതാത്മകം ലിറിക്കൽ എന്ന് പറയാവുന്ന രചനാരീതിയാൽ 21-ാം നൂറ്റാണ്ടിലെ ലോക കവിതയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാന്നിധ്യം കൂടിയാണ് ലൂയിസ് ഗ്ലിക്കിൻ്റേത്. കാരണം ഭാവഗീതാത്മകത എന്ന് പറയുന്നത് പുതിയ കവിതയുടെ, ആധുനിക കവിതയുടെയോ ആധുനികാനന്തര കവിതയുടേതോ ആയ ഒരു പൊതു സ്വഭാവം അല്ല. ലിറിസിസം എന്നോ കവിത, ലോക കവിത കൈയൊഴിഞ്ഞ് കഴിഞ്ഞു എന്നിരിക്കെയാണ് ലൂയിസ് ഗ്ലിക്കിനെ പോലൊരു കവയത്രി തൻ്റെ കവിതയിൽ ഈ ഭാവഗീതാത്മകത, ആത്മനിഷ്ഠതയുടെ സ്വരം തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പല നിലയ്ക്കും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ, സ്വകാര്യതയെക്കുറിച്ച് എഴുതുന്ന, ആത്മനിഷ്ഠതയെക്കുറിച്ച് എഴുതുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമേരിക്കൻ കവി എന്ന നിലയിൽ ഇങ്ങനെ പ്രത്യക്ഷമായ രാഷ്ട്രീയ പ്രമേയങ്ങൾക്ക് തൻ്റെ കവിതയിൽ ഇടം അനുവദിക്കാത്ത ഒരു കവി എന്ന നിലയിൽ ലിംഗരാഷ്ട്രീയമോ വംശീയതയുടെ രാഷ്ട്രീയമോ ഒന്നും പ്രത്യക്ഷമായി പരിചരിക്കപ്പെടുന്നില്ല ലൂയിസ് ഗ്ലിക്കിൻ്റെ കവിതയിൽ. അതിനെ അങ്ങേയറ്റം ആത്മവൽക്കരിച്ചുകൊണ്ട്, ആന്തരികവൽക്കരിച്ചുകൊണ്ട്, ഒരു തരത്തിലുള്ള ആധുനിക ഭാവകാവ്യ ഘടന അവലംബിച്ചുകൊണ്ട് ആത്മനിഷ്ഠ കവിതയെ രാഷ്ട്രീയ കവിതയുമായി കണ്ണു ചേർക്കുകയാണ് ലൂയിസ് ഗ്ലിക്ക് എന്ന അനന്യയായ, അസാധാരണയായ അമേരിക്കൻ കവയത്രി. ഇനി വരും നാളുകളിൽ ഈ കവയത്രി സിൽവിയ പ്ലാത്തിനെ പോലെ, എമിലി ഡിക്കിൻസനെ പോലെ, അന്ന അഖ്മത്തോവയെ പോലെ മലയാളിയുടെ കൂടി കവിയായി മാറും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വാക്കുകൾ ലൂയിസ് ഗ്ലിക്ക് എന്ന കവയത്രിയിലേക്കുള്ള ഒരു ജാലകം മാത്രമായി പരിഗണിക്കപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.